ന്യൂസ് 18 നെറ്റ്വർക്കിന്റെ രാജ്യവ്യാപകമായി നടത്തുന്ന നമ്മുടെ റൺ കൊച്ചിയിൽ. നമ്മുടെ റൺ മാരത്തോണിന്റെ കേരള എഡിഷന് കൊച്ചിയിൽ പുലർച്ചെ 5:30 മണിക്ക് തുടക്കമായി. മലയാളികളുടെ ആരോഗ്യ സംരക്ഷണവും വ്യായാമവും ഉറപ്പാക്കാനും അതുവഴി ജീവിത ശൈലി രോഗങ്ങളടക്കമുള്ളവയിൽ നിന്ന് മുക്തി നേടാനുമുള്ള സന്ദേശം പ്രചരിപ്പിക്കുകയാണ് മാരത്തോണിന്റെ ലക്ഷ്യം. മാരത്തോൺ എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഫ്ലാഗ് ഓഫ് ചെയ്തു. നിരവധി ആളുകൾ, കുട്ടികളും മുതിർന്നവരും പ്രൊഫഷണൽ റണ്ണേഴ്സൊക്കെ നിരവധി വിഭാഗങ്ങളിലായി പങ്കെടുക്കുന്നു. 3500-ലേറെ പേർ നമ്മുടെ റൺ മാരത്തോണിൽ പങ്കെടുക്കുന്നുണ്ട്. 9 മണിയോടെ മറൈൻ ഡ്രൈവ്, ക്യൂൻസ് വോക്ക് വേ, ഗോശ്രീ 1-ാം പാലം വഴി തിരികെ ഹൈക്കോടതി ദർബാർ ഹാൾ ഗ്രൗണ്ടിലാണ് മാരത്തോൺ സമാപിക്കുക. ടോം കുര്യാക്കോസ് ഉണ്ട്, നവമി ദിനേശ് ഉണ്ട്, ഡാനി പോൾ, ഒപ്പം ആജ്ഞ രവീന്ദ്രൻ. ടോം, വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ്. മലയാളികളുടെ ആരോഗ്യ സംരക്ഷണ ശീലം, അതുമായി ബന്ധപ്പെട്ട പുതിയൊരു അവബോധം സൃഷ്ടിക്കുക എന്നത് തന്നെയാണ് ഇതിന് ലക്ഷ്യം. എത്രത്തോളം പ്രാതിനിധ്യം, ഏതൊക്കെ മേഖലയിലുള്ളവർ ഇതിൻ്റെ ഭാഗമാകുന്നു? രഞ്ജിത്ത്, തീർച്ചയായും വലിയൊരു ആവേശം നിറഞ്ഞ ദിവസമാണിത്. പ്രത്യേകിച്ച് ന്യൂസ് 18 കേരളത്തിന് മാത്രമല്ല, മലയാളികൾക്ക്, പ്രത്യേകിച്ചും കൊച്ചിക്ക്. കാരണം അത്രയധികം ആവേശത്തോടു കൂടിയാണ് ന്യൂസ് 18 കേരളത്തിന്റെ സൗത്ത് എഡിഷൻ മാരത്തണ് ഇന്നിവിടെ തുടക്കമായിരിക്കുന്നത്. അതായത് നമുക്ക് കാണാൻ കഴിയും, ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും, ഏകദേശം ഈ മത്സരാർത്ഥികൾ എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഏകദേശം 3500ഓളം കായിക താരങ്ങൾ മാത്രമല്ല, ഈ മികച്ച ഒരു ആരോഗ്യ പരിപാലനത്തെ സ്നേഹിക്കുന്നവര്, അങ്ങനെ വലിയ കായിക മേഖലയെ സ്നേഹിക്കുന്നവരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. 3500ഓളം പേരാണ് മത്സരത്തിൽ പങ്കെടുക്കാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. രാവിലെ ഒരു സുംബ നൃത്തത്തോടു കൂടിയാണ് ന്യൂസ് 18 കേരളത്തിന്റെ നമ്മുടെ റൺ മാരത്തന് തുടക്കമായിരിക്കുന്നത്. അല്പസമയത്തിനകം എറണാകുളം ജില്ലാ കളക്ടർ ജി പ്രിയങ്ക ഫ്ളാഗ് ഓഫ് ചെയ്യും. അതോടൊപ്പം ഒളിമ്പ്യൻ പ്രീജ ശ്രീധരൻ, കായിക താരങ്ങളായ ജോസഫ് എബ്രഹാം, ഇന്ത്യൻ വോളിബോൾ ടീമിന്റെ മുൻ ക്യാപ്റ്റനും കോച്ചുമായ ടോം ജോസഫ് ഉൾപ്പെടെയുള്ള കായിക താരങ്ങളും ഇതിനോട് പങ്കാളികളാകുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ മെഗാ മാരത്തന് തുടക്കമാവുകയാണ്. 3 ഘട്ടങ്ങളായിട്ടാണ്, അതായത് 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, ഈ 2 മാരത്തണുകളാണ് പ്രധാനമായും നടക്കുന്നത്. 10 കിലോമീറ്റർ മത്സര ഓട്ടമുണ്ട്, അതോടൊപ്പം തന്നെ ഫണ്ട് റണ്ണുണ്ട്. 5 കിലോമീറ്റർ ഫണ്ട് റണ്ണും അതോടൊപ്പം മത്സരോട്ടവുമുണ്ട്. കുട്ടികൾക്ക് വേണ്ടി 1 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്റർ, അങ്ങനെ വ്യത്യസ്ത കാറ്റഗറിയിലായിട്ടാണ് ഈ മത്സരങ്ങൾ നടക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. ആജ്ഞ, എന്തായാലും ന്യൂസ് 18നെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് വലിയ ഒരു ആവേശം നിറഞ്ഞ സന്തോഷം ഒരു ദിവസമാണിത്. പ്രത്യേകിച്ചും മലയാളികളുടെ ആരോഗ്യശീലം വേണ്ടിയാണ് ഇത്തരമൊരു മാരത്തൺ സംഘടിപ്പിക്കുന്നത്. എനിക്ക് തോന്നുന്നു രാവിലെ 5 മണിക്ക് മുൻപ്, നമ്മളിവിടെ എത്തുന്ന 5 മണിയാണ്, 5 മണിക്ക് മുൻപ് തന്നെ മത്സരാർത്ഥികൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അവർക്കോളം വലിയൊരു ആവേശത്തോടെ ഇവിടുത്തെ ഈ ജനങ്ങൾ ഈ മത്സരത്തെ, ഈ ഒരു മാരത്തനെ ഏറ്റെടുത്തു എന്നല്ലേ ആളുകളുണ്ട്. അത് സ്ഥിരമായ ഓടുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, നമ്മുടെ ന്യൂസ് 18 മാരത്തോണിൽ തന്നെ രജിസ്റ്റർ ചെയ്യാൻ വന്നിട്ടുള്ളവരൊക്കെ പ്രൊഫഷണൽ മാരത്തൺ റണ്ണേഴ്സാണ്. അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ കൂടെയുണ്ട്. എന്തായാലും നമുക്ക് ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് അവര് ഈ ഒരു ശീലമാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കുറെ കാലമായിട്ട് ഓടുന്ന ആളാണ്. പങ്കെടുക്കാൻ സ്ഥിരമായി ചെയ്യുന്ന ഒരാളെന്നുള്ള നിലയിൽ നല്ല ആൾക്കാരായിട്ട് ഇടപെടാനും നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാനും പിന്നെ നമ്മുടെ ശരീരമാണ് ഒരു വൈബുണ്ട്, ആളുകളൊക്കെ തമ്മിലൊക്കെ വൈബ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്. അങ്ങനെയാണ് ടോം ശരിക്കും ഒരു, അതായത് ഹെൽത്ത് വൈസ് ആളുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് നമുക്കൊന്ന് ചോദിക്കാം.
മേഡം സ്ഥിരമായിട്ട് മാരത്തൺ ഓടുന്ന ആളാണോ? ഇല്ല, ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ്. മേഡം ഫസ്റ്റ് ടൈമാണ്. ഫസ്റ്റ് ടൈമാണ്. മേഡം ഫസ്റ്റ് ടൈമാണ്. എന്താണ് മാരത്തണിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്താണ്? അല്ല, ഞങ്ങളിപ്പം ഓൾറെഡി സുംബ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്കൊരു ആഗ്രഹം അങ്ങനെ വരണം, എടുക്കണം. ആരോഗ്യ കാരണങ്ങൾ തന്നെയാണ്. പിന്നെ സൗഹൃദ ഒരു സദസ്സുണ്ട് അതെ 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 അതെ. എന്ന് പറയുന്നു. ആരോഗ്യ കാരണങ്ങൾ തന്നെയാണ്. ഇതോടെ തുടങ്ങാന്ന് വെച്ചു. ഹെൽത്തി ആവാൻ വേണ്ടിയിട്ട് മാരത്തോണിലോട്ട് തുടങ്ങാന്ന് വെച്ചു. ഇതാ ഇവിടെ ഒരു ടീമുണ്ട്. സ്ഥിരമായിട്ട് മാരത്തൺ ഓടുന്നുണ്ടോ? സ്ഥിരമായിട്ട് ഓടുന്ന ആളാണോ? അല്ല ആദ്യമായിട്ടാണ്. ആദ്യമായിട്ടല്ല, കുറച്ചായി ഓടിയിട്ട്. അതെ. എന്നാലും എന്താണ് ഒരു മെസ്സേജ് എന്താണ് പൊതുവെ മാരത്തണിലേക്ക് വരാനുള്ള ഒരു റീസൺ എന്താണ്? എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചോദിച്ചാ ചുമ്മാ ഇറങ്ങിയതാ, പിള്ളേരൊക്കെ ആയിട്ടൊന്നും. അതാണ് അല്ലെ വൈബ്, എല്ലാരും തമ്മിലുള്ള ഒരു വൈബ് സെറ്റ് ആവുന്നുണ്ട് അല്ലെ? എല്ലാരും തമ്മിലൊരു നല്ല വൈബ് സെറ്റ് ആവുന്നുണ്ട്. അതത്രേ ഉള്ളൂ. പിന്നെ എന്തായാലും ആരോഗ്യപരമായിട്ട് ജീവിക്കുക, അത് ഈ ലോങ് റൺ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഫിറ്റ് ആവുക എന്നുള്ളതാണ്. ഫിറ്റ് ആവണം, ഫിറ്റായി ജീവിക്കുക എന്നുള്ളത്. അതെ. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടുന്നത്? 10 കിലോമീറ്റർ. എത്ര കിലോമീറ്റർ ഓടുന്നുണ്ട്? കൊളീഗ്സ് ഉണ്ട്. ഓക്കെ. നേരത്തെ ഓടുന്ന ആളാണ്. ഇല്ല, ഓൾമോസ്റ്റ് എല്ലാവരും ഗ്യാപ്പിട്ട് ഓടുന്നവരാ. അതാണ് കേട്ടോ നമുക്ക് ഒരു അതായത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ മത്സരാർത്ഥികളായിട്ടുള്ള ആളുകളൊക്കെ സ്ഥിരമായിട്ട് ഓടുന്ന ആളുകളാണ്. ഇതിന് സ്ഥിരമായിട്ടൊരു പ്രാക്ടീസ് അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. എന്തെങ്കിലും നമുക്ക് കൂടുതൽ ആളുകളിലേക്ക് പോകാം. മാരത്തൺ ഓടാൻ വന്നവർക്ക് തന്നെ ചമ്മലാട്ടോ. ഹൈ, സ്ഥിരമായിട്ട് ഓടുന്ന ആളാണോ? ഓടുന്നത്. ആണ്. എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉണ്ടാവുമല്ലോ. സ്വാഭാവികമായിട്ടും ഇത് ആളുകളിലേക്ക് കൂടുതൽ എത്തിക്കുക എന്നുള്ള ഒരു മെസ്സേജ് കൂടി, അത് എന്ത് മെസ്സേജ് ആയിരിക്കും നിങ്ങൾക്ക് കൊടുക്കാനുള്ളത്? ആക്ച്വലി നമ്മൾ ഓടി തുടങ്ങിയ പിന്നെ നമുക്കിതൊരു ഹരമാണ് ശരിക്കും പറഞ്ഞത്. ഇത് ഒരു വേറൊരു ലഹരിയാണ് ശരിക്കും പറഞ്ഞത്. നമ്മൾ ഓടിക്കൊണ്ടേയിരിക്കും ശരിക്കും. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഓടുന്ന ആൾക്കാരെല്ലാവരും അത്യാവശ്യം 21 ആ റേഞ്ചിലൊക്കെ ഓടുന്ന ടീംസാണ് എല്ലാവരും. ബാക്കി എല്ലാവരും നമ്പർ കൂട്ടി കൊണ്ടുവരാനാണ് തോന്നുന്നത്. 5 ഓടും, 5 മാറ്റി 10, 21, 42 ആ ലെവലിലോട്ട് എല്ലാവരും നമ്മുടെ ടീം എല്ലാവരും പോകുന്നുണ്ട്. നല്ല എക്സ്പീരിയൻസ്. 1 വർഷമായി ഓടാറുണ്ട്. ഞാൻ ഇല്ലെങ്കിലും അത്യാവശ്യം ഓടാറുണ്ട്. ഞാനും ഓടുന്നതാണ്. പിന്നെ ആർമി റിട്ടയർഡാണ്. അപ്പോൾ ഓൾറെഡി എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഈ ശരിക്കും പറഞ്ഞാൽ ഒരു ആളുകൾ തമ്മിലൊക്കെ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കിയെടുക്കുക, ഒരു നല്ല സൗഹൃദം ഉണ്ടാക്കിയെടുക്കുക അല്ലെ? ഫിറ്റ്നസ് ഒരു വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെയാണ് ഇപ്പോൾ നിലവിലുള്ളത്. എന്തായാലും നമ്മുടെ ന്യൂസ് 18ന്റെ മാരത്തൺ ഉള്ള അതായത് 10 കിലോമീറ്ററിനുള്ള ആരംഭമായിട്ടുണ്ട്. എന്തായാലും 10 കിലോമീറ്റർ, 5 കിലോമീറ്റർ, ഫൺ റൺ തുടങ്ങി വിവിധ കാറ്റഗറിയിലേക്ക് ഓടാനുള്ള ആളുകളാണ് നമുക്ക് ചുറ്റും വന്ന് നിൽക്കുന്നത്. എന്തായാലും നമുക്കിത് വലിയ എക്സ്പീരിയൻസ് ആണ്. കാരണം നമ്മൾ സൗത്ത് ഇന്ത്യയിൽ തന്നെ 4ാമത്തെ റണ്ണാണ് ഇപ്പോൾ ന്യൂസ് 18 സംഘടിപ്പിക്കുന്നത്. മറ്റ് 3 സംസ്ഥാനങ്ങളിലും, അതായത് തമിഴ്നാട്, കർണാടക, തെലങ്കാന ഇവിടത്തേക്ക് റൺ കഴിഞ്ഞു. ഇതിനിടയിൽ ലാസ്റ്റ് അവസാനത്തെ ഇതിലേക്ക് വരികയാണ് കേരളത്തില്. എന്തായാലും ഇത്ര വലിയൊരു വൈഭവം, വലിയ ആൾക്കൂട്ടത്തെ നമുക്ക് അണിനിരത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി ആളുകൾ ഈ റണ്ണുമായി ബന്ധപ്പെട്ട് നമ്മളോടൊപ്പം ഉണ്ട്. എന്തായാലും ഞാൻ ഒരു കാര്യം കൂടി ഇട്ടോ, നമുക്ക് എന്തായാലും ഒരു വലിയ വിജയമായി തീരും എന്ന് മനസ്സിലാക്കി. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.